നമസ്കാരം. ഇക്കഴിഞ്ഞ LDC അതായത് 2024 നടന്ന LDCയുടെ ചോദ്യവും ഉത്തരവുമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ തിരുവനന്തപുരം ജില്ലയുടെ നോക്കി. ഇന്ന് സെക്കൻഡ് ക്വസ്റ്റ്യൻ, അതായത് കൊല്ലത്തിൻ്റെ ക്വസ്റ്റ്യനാണ് നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ, ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൽ ജനരോഷം വർദ്ധിച്ചതിനാൽ ഇസ്രായേൽ പാസ്പോർട്ടുമായുള്ള സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ച രാജ്യം ഏതാണ്? മാലദ്വീപാണ്. ഇസ്രായേൽ പാസ്പോർട്ടുള്ള പൗരന്മാരുടെ പ്രവേശനം നിരോധിച്ച രാജ്യം. സെക്കൻഡ് വൺ, താഴെ തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ വ്യക്തി ആരെന്ന് തിരിച്ചറിയുക. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. സെക്കൻഡ് വൺ, 1952 ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റു. തേർഡ് വൺ, സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്ക് വഹിച്ചു. ലാസ്റ്റ് വൺ, സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. ആരായിരിക്കും ഈ സ്റ്റേറ്റ്മെന്റ്? അതായത് പട്ടേലിനും നെഹ്റുവിനും ഒപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്ക് വഹിച്ചു എന്ന് പറയുന്ന ഒറ്റൊരു സ്റ്റേറ്റ്മെന്റ് കൊണ്ട് നമുക്ക് ആളിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ആരാണ്? VP മേനോൻ. ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന സ്ഥലങ്ങളിൽ നാറ്റോയുടെ ആസ്ഥാനം ഏത്? നാറ്റോയുടെ ആസ്ഥാനം എവിടെയാണ്? ബ്രസൽസ് ആണ്. ഓപ്ഷൻ ബി, ബ്രസൽസ്. നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. തന്നിരിക്കുന്ന 4 ഉണ്ട്. ഫസ്റ്റ് വൺ, സമത്വ സമാജ് സ്ഥാപിച്ചത് അയ്യങ്കാളിയാണോ? അല്ലല്ലോ. അപ്പം അത് തെറ്റ്. ആത്മവിദ്യാ സംഘം വാഗ്ഭടാനന്ദൻ, അത് ശരിയാണ്. സഹോദര പ്രസ്ഥാനം ശ്രീനാരായണ ഗുരു, ശരിയാണോ? അല്ല. യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാട്, ശരിയാണ്. അപ്പോൾ ശരി വരുന്നത് ഏതൊക്കെയാണ്? 2ഉം 4ഉം. 2ഉം 4ഉം ശരി വരുന്ന ഓപ്ഷൻ സി. നെക്സ്റ്റ് വൺ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് മൗണ്ട് ബാറ്റൺ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതെന്ന് രേഖപ്പെടുത്തുക. ഫസ്റ്റ് വൺ, ഏതൊക്കെ പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ ചേർക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നതാണ്? സെക്കൻഡ് വൺ, ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണയ കമ്മീഷനെ നിയമിക്കുന്നതാണ്. തേർഡ് വൺ, പഞ്ചാബും ബംഗാളും 2ആയി വിഭജിക്കുന്നതാണ്. ഫോർത്ത് വൺ, മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കുന്നതാണ്. മൗണ്ട് ബാറ്റൺ പദ്ധതിയിൽ ഉൾപ്പെടാത്തതെന്ന് വന്നത് സ്റ്റേറ്റ്മെന്റ് 1 മാത്രമേ ഉള്ളൂ. ആൻസർ ഓപ്ഷൻ എ. നെക്സ്റ്റ് വൺ, ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ചത് ലൂയി 11. എനിക്ക് ശേഷം പ്രളയം ലൂയി 15. നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ, കേക്ക് കഴിച്ചൂടെ എന്ന് പറഞ്ഞത് മേരി അന്റോണിയറ്റ്. ഏതാണ് ശരിയായിട്ടുള്ളത്? ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ശരിയല്ല. ബാക്കി 2ഉം ശരിയാണ്. എനിക്ക് ശേഷം പ്രളയം ലൂയി 15. നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ, കേക്ക് കഴിച്ചൂടെ എന്ന് പറഞ്ഞത് മേരി. അപ്പം ആൻസർ വരുന്നത് ഓപ്ഷൻ 2ഉം 3ഉം ശരി, ബി. പെനിൻസുലാർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലുത് ഏതാണ്? ഗോദാവരി. ഓപ്ഷൻ സി, ഗോദാവരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൈം മെറിഡിയൻ ഏത് നഗരത്തിലൂടെയാണ് കടന്നു പോകുന്നത്? ഏതിലേക്കൂടെ പോകുന്നത്? സമയം ഗ്രീൻവിച്ച് കൂടെയാണ് പോകുന്നത്. ഓപ്ഷൻ ഡി. നെക്സ്റ്റ്, ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏത്? ഉത്തരായന രേഖ കടന്നു പോകാത്തത് ഒഡീഷയിൽ കൂടിയാണ്. ഓപ്ഷൻ ബി. എൽ നിനോ എന്നറിയപ്പെടുന്ന പ്രതിഭാസം ലോകത്തിന്റെ ഏത് പ്രദേശത്തെയാണ് പ്രധാനമായും ബാധിക്കുന്നത്? എൽ നിനോ തെക്കേ അമേരിക്കയിലാണ് ബാധിക്കുന്നത്. ഓപ്ഷൻ സി. നെക്സ്റ്റ് വൺ, വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റിന്റെ പേര്? വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റാണ് ലൂ. ഓപ്ഷൻ ബി, ലൂ. കേരളത്തിലെ ആദ്യ റോഡ് ടണൽ ഏത് ജില്ലയിലാണ്? ഏതാണ്? തൃശ്ശൂർ ജില്ലയിൽ. കുതിരാൻ ഇല്ലേ, അത് തൃശ്ശൂർ ജില്ലയിൽ. ഓപ്ഷൻ എ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 1991 ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രതിസന്ധി മറികടക്കാൻ ഗവൺമെന്റ് സ്വീകരിച്ച അടിയന്തര നടപടി ഏതാണ്? 1991 ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രതിസന്ധി മറികടക്കാൻ ഗവൺമെന്റ് സ്വീകരിച്ച അടിയന്തര നടപടി ഏതാണെന്ന് ചോദിച്ചാൽ വിദേശ കറൻസികൾക്കെതിരെയുള്ള രൂപയുടെ മൂല്യച്യുതിയാണ് കേട്ടോ. വിദേശ കറൻസികൾക്കെതിരെയുള്ള രൂപയുടെ മൂല്യച്യുതി. നെക്സ്റ്റ് ഓപ്ഷൻ സി. നെക്സ്റ്റ് വൺ, ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളെ പറ്റിയുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഫസ്റ്റ് വൺ, ഉത്പാദനത്തിലും ഉത്പാദനക്ഷമതയിലുമുള്ള വർധനവ്, വരുമാന വർധനവ്, ഗ്രാമീണ അസമത്വം, തൊഴിൽ വർധനവ്. ഇത് ഏതാണ് അല്ലാത്തത്? ഗ്രാമീണ അസമത്വം. ഓപ്ഷൻ സി. നെക്സ്റ്റ്, സാമ്പത്തിക പരിഷ്കരണാനന്തര കാലഘട്ടത്തിൽ പുറം കരാർ നൽകൽ, അതായത് പുറം കരാർ നൽകൽ രംഗത്ത് ഇന്ത്യ മുൻപന്തിയിലെത്താൻ സഹായിച്ച വസ്തുതകൾ ഏവ? ഫസ്റ്റ് വൺ, വൈദഗ്ധ്യമേറിയ മനുഷ്യവിഭവങ്ങൾ, കുറഞ്ഞ വേതന നിരക്ക്, ദാരിദ്ര്യം, തൊഴിലില്ലായ്മ. ഏതൊക്കെയാണ്? സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉമാണ്. വൈദഗ്ധ്യമേറിയ മനുഷ്യവിഭവങ്ങളും കുറഞ്ഞ വേതന നിരക്കും. അപ്പോൾ ഓപ്ഷൻ സി 1ഉം 2ഉം ശരി. ഇന്ത്യൻ കാർഷിക രംഗത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? സാമ്പത്തിക വരുമാനത്തിന്റെ പ്രധാന അടിത്തറ, ദേശീയ വരുമാനത്തിന്റെ പ്രധാന പങ്ക്, വ്യാവസായികവൽക്കരണത്തിന്റെ അടിത്തറ, പ്രച്ഛന്ന തൊഴിലില്ലായ്മയുടെ മൂലകാരണം. ഇതിൽ കാർഷിക രംഗത്തെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന എന്ന് പറഞ്ഞാൽ എന്താണ്? ദേശീയ വരുമാനത്തിന്റെ പ്രധാന പങ്ക്. ഇന്ത്യ ഗവൺമെന്റ് വിഭാവനം ചെയ്ത സ്വയം പദ്ധതിയുടെ സവിശേഷത എന്ത്? സ്വയം ആർക്ക് വേണ്ടിയിട്ടാണ് ഇന്ത്യ ഗവൺമെന്റ് വിഭാവനം ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഇന്ത്യയിലുള്ള പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുക. ഓപ്ഷൻ ഡി. പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യമായതുമായ വിദ്യാഭ്യാസം നൽകുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നീതി ആയോഗിന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏത്? ഈ ക്വസ്റ്റ്യൻ ആണെങ്കിൽ PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ PSCയുടെ ഫൈനൽ ആൻസർ കീ വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ്, പ്രധാനമന്ത്രിയുടെ മുദ്രാ യോജന പദ്ധതി ലക്ഷ്യമിടുന്നത്? മുദ്ര എന്താണ്? ചെറുകിട സംരംഭകരെ സമ്പദ്ഘടനയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുകയാണ് എന്തെന്ന് പറയുന്നത്? മുദ്ര യോജന. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ ദേശീയ ലീഗൽ സർവീസ് സൊസൈറ്റിയുടെ സൗജന്യ നിയമസേവനം നൽകുന്നത് ആർക്കൊക്കെയാണെന്നാണ് കേട്ടോ. ഫസ്റ്റ് വൺ, സ്ത്രീകൾക്കും കുട്ടികൾക്കും. സെക്കൻഡ് വൺ, വ്യവസായശാലകളിലെ തൊഴിലാളികൾ. തേർഡ് വൺ, ഭിന്നശേഷിക്കാർ. ആർക്കാണ് നൽകുന്നത്? ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സൗജന്യ സേവനം, നിയമസേവനം എല്ലാവർക്കും. ആൾ ഓഫ് ദി എബോ 1, 2 and 3 കറക്റ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ്, മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഈ ക്വസ്റ്റ്യനും ഡിലീറ്റഡ് ആണ്. നെക്സ്റ്റ് വൺ, ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? സഭയിൽ പ്രധാനമായും 9 കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. നെഹ്റു, പട്ടേൽ, അംബേദ്കർ തുടങ്ങിയവർ ഇതിൻ്റെ ചെയർമാൻമാരായിരുന്നു. അസംബ്ലിയിലെ മീറ്റിങ്ങുകൾ പൊതുജനങ്ങൾക്ക് കാണാവുന്ന രീതിയിൽ ആയിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 2, 3 ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ എ 2 and 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്ത ആശയങ്ങളിൽ ശരിയായത് ഏത്? ഏതൊക്കെയാണ് അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് ഇന്ത്യൻ ഭരണഘടന കടമെടുത്തതെന്ന്? ഫസ്റ്റ് വൺ, നിർദ്ദേശക തത്വങ്ങൾ. സെക്കൻഡ് വൺ, മൗലിക അവകാശങ്ങൾ. തേർഡ് വൺ, നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥ. ഏതൊക്കെയാണ് കടമെടുത്തിട്ടുള്ളത്? മൗലിക അവകാശങ്ങളും നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥയും. 2, 3 വരുന്നത് ഓപ്ഷൻ സി. ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ള ആശയങ്ങൾ ഏതൊക്കെ? ആദ്യം ചോദിച്ചത് അമേരിക്കയിൽ നിന്ന്, ഇപ്പൊ ചോദിച്ചിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്ന്. ബ്രിട്ടനിൽ നിന്ന് കടം കൊണ്ട ഏതൊക്കെയാണ്?
അർത്ഥ ഫെഡറൽ വ്യവസ്ഥ, കേവല ഭൂരിപക്ഷ സമ്പ്രദായം, നിയമനിർമ്മാണ പ്രക്രിയ. ഏതൊക്കെയാണ്? കേവല ഭൂരിപക്ഷവും നിയമനിർമ്മാണ പ്രക്രിയയുമാണ് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തത്. അതായത് ഓപ്ഷൻ ബി, 2ഉം 3ഉം ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭരണഘടനയിലെ 19ാം വകുപ്പ് പ്രകാരം ശരിയായ പ്രസ്താവന ഏത്? സഞ്ചാര സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസത്തിനുള്ള സ്വാതന്ത്ര്യം, സംഘടന രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം. ഏതാണ്? 19 വകുപ്പ് 19 പ്രകാരം 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഈ ക്വസ്റ്റ്യനും ഡിലീറ്റഡ് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേവല ഭൂരിപക്ഷ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഈ സമ്പ്രദായത്തിൽ ഒരു പാർട്ടിക്ക് പാർലമെന്റിൽ കൂടുതൽ സീറ്റുകളും എന്നാൽ കുറച്ച് വോട്ടുകളും ലഭിക്കാം. ഒരു പാർട്ടിക്ക് ലഭിക്കുന്ന വോട്ടുകളും സീറ്റുകളും തുല്യമായിരിക്കും. കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം ബ്രിട്ടനും ഇന്ത്യയുമാണ്. ഏതൊക്കെ ശരിയായിട്ട് വരുന്നത്? 1ഉം 3ഉം. അതായത് ഈ സമ്പ്രദായത്തിൽ ഒരു പാർട്ടിക്ക് പാർലമെന്റിൽ കൂടുതൽ സീറ്റുകളും എന്നാൽ കുറച്ച് വോട്ടുകളും ലഭിക്കാമും ശരിയാണ്. കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം ബ്രിട്ടനും ഇന്ത്യയുമാണ്. അതായത് ഓപ്ഷൻ 1ഉം ഓപ്ഷനല്ല സ്റ്റേറ്റ്മെന്റ് 1ഉം 3ഉം ശരിയാണ്. ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഫസ്റ്റ് വൺ. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും മറ്റ് അംഗങ്ങൾക്കും തുല്യ അധികാരങ്ങളാണുള്ളത്. അംഗങ്ങളെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റാണ്. ഏതാണ് ശരി? സ്റ്റേറ്റ്മെന്റ് 3ഉം ശരിയാണ്. ആൻസർ ഓപ്ഷൻ ഡി, ഓൾ ദി എബോവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഉപരാഷ്ട്രപതിയെ 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. ഉപരാഷ്ട്രപതി രാജ്യസഭ അധ്യക്ഷനാണ്. പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് പോലെ ഉപരാഷ്ട്രപതിയെയും തിരഞ്ഞെടുക്കുന്നത്. ശരിയല്ലേ? 5 വർഷമാണ് കാലാവധി. രാജ്യസഭയുടെ അധ്യക്ഷനാണ്. പ്രസിഡന്റ് ഇലക്ഷൻ പോലെ തന്നെയാണ് വൈസ് പ്രസിഡന്റിന്റെ ഇലക്ഷൻ. ഓൾ ദി എബോവ് 1ഉം 2ഉം 3ഉം ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭരണഘടനയിലെ 73ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? സ്റ്റേറ്റ്മെന്റ് നോക്കാം. പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. സെക്കൻഡ് വൺ. 12ാം ഷെഡ്യൂളിൽ 73ാം ഭേദഗതി ഉൾപ്പെടുത്തിയിരിക്കുന്നു. തേർഡ് വൺ. ത്രിതല ഭരണ സംവിധാനം പ്രദാനം ചെയ്യുന്നു. ഏതൊക്കെ ശരി? 1ഉം 3ഉം. പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നതുകൊണ്ട് ത്രിതല ഭരണ സംവിധാനം, അതായത് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, അത് 3ഉമാണ്. അത് രണ്ടുമാണ് ശരിയായിട്ട് വരുന്നത്. ഓപ്ഷൻ 1ഉം 3ഉം ശരി, സി. നെക്സ്റ്റ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഫസ്റ്റ് വൺ. സാമ്പത്തിക കുറ്റകൃത്യ രഹസ്യാന്വേഷണവുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ടത്. സെക്കൻഡ് വൺ. ധനകാര്യ മന്ത്രാലയത്തിലെ റവന്യൂ വകുപ്പിന്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. തേർഡ് വൺ. രാഹുൽ നവീനാണ് ഇപ്പോഴത്തെ പ്രത്യേക ഡയറക്ടറുടെ ചുമതല വഹിക്കുന്നത്. ഏതാണ് ശരി? സ്റ്റേറ്റ്മെന്റ് 3ഉം ശരിയാണ്. അപ്പം ഓപ്ഷൻ സി, ഓൾ ദി എബോവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് സംസ്ഥാന ഗവർണറാണ്. മന്ത്രിസഭയെ ഗവർണർ മുഖ്യമന്ത്രിയുടെ ഉപദേശക പ്രകാരം നിയമിക്കുന്നു. മന്ത്രിസഭയ്ക്ക് ഗവർണറോട് കൂട്ടുത്തരവാദിത്തമുണ്ട്. ഏതൊക്കെ ശരി? 1ഉം 2ഉമാണ് ശരി. ഓപ്ഷൻ ഡി. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? കേന്ദ്ര മന്ത്രിസഭയുടെ ഉപദേശക പ്രകാരം രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത്. ഭരണകാര്യങ്ങളിൽ ഗവർണർ മുഖ്യമന്ത്രിയെ സഹായിക്കുന്നു. സംസ്ഥാന ഭരണനിർവഹണ വകുപ്പിന്റെ തലവനാണ് ഗവർണർ. ഏതാണ് ശരി?
1ഉം 3ഉം അതായത് കേന്ദ്ര മന്ത്രിസഭയുടെ ഉപദേശക പ്രകാരം രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത്. ശരിയാണ്. സംസ്ഥാന ഭരണനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ഗവർണറാണ്. 1ഉം 3ഉം ശരി വരുന്നത് ഓപ്ഷൻ എ. താഴെ പറയുന്നവയിൽ മനുഷ്യ ദഹന വ്യവസ്ഥയുടെ പ്രവർത്തനം അല്ലാത്തത് ഏത്? ദഹന വ്യവസ്ഥയുടെയാണ്. ഭക്ഷണത്തെ ചെറിയ തന്മാത്രകളാക്കി മാറ്റുക, പോഷകങ്ങൾ രക്തചംക്രമണത്തിലേക്ക് ആഗിരണം ചെയ്യുക, ശരീര താപനില നിയന്ത്രിക്കുക, ശരീരത്തിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യുക. ഏതാണ് ദഹന വ്യവസ്ഥയുടെ പ്രവർത്തനമല്ലാത്തത്? ശരീരത്തിന്റെ താപനില നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ കാൽസ്യത്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏത്? കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഓസ്റ്റിയോപോറോസിസ്. ഓപ്ഷൻ എ. നെക്സ്റ്റ്. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ഏതാണ്? മഴക്കാടുകൾ. ഇനിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻ എളുപ്പമാണ്. ഏതുതരം കൊഴുപ്പിനെയാണ് ആരോഗ്യകരമായ കൊഴുപ്പായി കണക്കാക്കപ്പെടുന്നത്? ഏതാണ്? പൂരിത കൊഴുപ്പ് ആണോ? അല്ല. ഏതാണ് ആൻസർ? അപൂരിത കൊഴുപ്പിനെയാണ് ആരോഗ്യകരമായ കൊഴുപ്പാക്കി കണക്കാക്കപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആട്ടോ. ജനിതക എഡിറ്റിംഗ് സാങ്കേതിക വിദ്യ ഏത് മേഖലയിലാണ് പ്രയോജനം ചെയ്യുന്നതെന്നുള്ള ക്വസ്റ്റ്യനും അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി ഏതാണ്? അയോട്ട. ഓപ്ഷൻ സി. നെക്സ്റ്റ്. ഡെങ്കിപ്പനി പരത്തുന്നത് ഏത് തരം കൊതുകുകളാണ്? ഏത് കൊതുകാണ് ഡെങ്കിപ്പനി പരത്തുന്നത്? ഈഡിസ് ഈജിപ്തി. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡ്. നെക്സ്റ്റ്. ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം ജിയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? സ്റ്റേറ്റ്മെന്റ് നോക്കാം. ധ്രുവപ്രദേശങ്ങളിൽ ജിക്ക് പരമാവധി മൂല്യം ഉണ്ട്. ഭൂമധ്യരേഖാ പ്രദേശത്ത് ജിക്ക് പരമാവധി മൂല്യം ഉണ്ട്. ഇതിപ്പോൾ രണ്ടും ശരിയാവത്തില്ലേ? ഏതിലൊന്നേ ശരിയാവുകയെ? ഭൂകേന്ദ്രത്തിൽ ജിയുടെ വില 0 ആയിരിക്കും. ഏതാണ് ശരിയായിട്ടുള്ളത്? ധ്രുവപ്രദേശങ്ങളിൽ ജിക്ക് പരമാവധി മൂല്യമുണ്ട്. ഭൂകേന്ദ്രത്തിൽ ജിയുടെ വാല്യം എന്തായിരിക്കും? 0 ആയിരിക്കും. ഓപ്ഷൻ സി. 1ഉം 3ഉം ശരി. h ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ഒരു വസ്തു പകുതി ഭാരം h/2, അതായത് പകുതി ഭാരം h ഹൈറ്റ് ആണെങ്കിൽ hന്റെ പകുതി ദൂരം സഞ്ചരിച്ചു കഴിയുമ്പോൾ അതിൻ്റെ സ്ഥിതികോർജവും ഗതികോർജവും തമ്മിലുള്ള അനുപാതം എന്താണെന്ന്. അതായത് ഒരു ഹൈറ്റ് h എന്ന് പറയുന്ന ഒരു ഹൈറ്റിൽ നിന്ന് ഒരു വസ്തു താഴേക്ക് വീഴുക. അപ്പോൾ അതിൻ്റെ പകുതി ഹൈറ്റ് ആയാലോ, അപ്പോൾ 2 മീറ്റർ ആണെങ്കിൽ 1 മീറ്റർ ആവുന്ന സമയത്ത് ഒരു വസ്തുവിന് 2 എനർജി ഉണ്ടല്ലോ, സ്ഥിതികോർജവും ഗതികോർജവും. അതിൽ അവ തമ്മിലുള്ള റേഷ്യോ എന്താണെന്ന് ചോദിച്ചാൽ 1:1. ഓപ്ഷൻ ഡി. താഴെ പറയുന്ന മാധ്യമങ്ങളെ അവയിലൂടെയുള്ള ശബ്ദ തരംഗങ്ങളുടെ പ്രവേഗത്തിന്റെ അടിസ്ഥാനത്തിൽ ആരോഹണ ക്രമത്തിൽ എഴുതുക. എന്താ പറഞ്ഞിരിക്കുന്നത്? ശബ്ദ തരംഗങ്ങളുടെ പ്രവേഗത്തിന്റെ അടിസ്ഥാനത്തിൽ. ശുദ്ധജലം, വായു, സമുദ്രജലം. അപ്പോൾ ഏതായിരിക്കും ഏറ്റവും കുറവ് വരുന്നത്? ഇതിനകത്താണ് വായുവില്. പിന്നെ ശുദ്ധജലത്തില് ഏറ്റവും കൂടുതൽ വരുന്നത് സമുദ്രജലത്തില്. ഓപ്ഷൻ എ. ഇന്ത്യയുടെ സൗരമിഷനായ ആദിത്യ L1 ഭൂമിയിൽ നിന്നുള്ള അകലം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിന്റെ എത്ര ശതമാനമാണ്? 1%. ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ സൗരോർജ വികസനത്തിനായുള്ള സ്ഥാപനം അല്ലാത്തത് ഏത്? ഇത് ഈ ക്വസ്റ്റ്യനും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏത് സംയുക്തത്തിന്റെ നിർമ്മാണത്തിനാണ് സ്പോഞ്ചി അയൺ ഉൾപ്രേരകമായി ഉപയോഗിക്കുന്നത്? ഏത് വസ്തുവിന്റെ നിർമ്മാണത്തിലാണ് സ്പോഞ്ചി അയൺ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഏതിന്റെയാണ്? അമോണിയയുടെ. ഓപ്ഷൻ സി, അമോണിയ. കലാമിൻ എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? ഏത് ലോഹത്തിന്റെ അയിര കലാമിൻ? സിങ്ക്. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? സ്റ്റേറ്റ്മെന്റ് നോക്കാം. ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ. ശരിയാണ്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം ഫ്ലൂറിനാണ്. അതും ശരിയാണ്. അറ്റോമിക നമ്പർ, മാസ് നമ്പർ എന്നിവ വ്യത്യസ്തമായ മൂലകമാണ് ഹൈഡ്രജൻ. ആണോ? ഡ്രൈ സെൽ ഇലക്ട്രോഡായി ഉപയോഗിക്കുന്ന മൂലകമാണ് സിങ്ക്. അതും ശരിയാണ്. തെറ്റായ സ്റ്റേറ്റ്മെന്റ് സി ആണ്. അറ്റോമിക് നമ്പർ, മാസ് നമ്പർ എന്നിവ വ്യത്യസ്തമായ മൂലകമാണ് ഹൈഡ്രജൻ. അതാണ് തെറ്റായിട്ടുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക് ആരംഭിച്ച സ്ഥലം ബാംഗ്ലൂർ. ഓപ്ഷൻ ബി, ബാംഗ്ലൂർ. താഴെ പറയുന്നവയിൽ ഏതാണ് ചന്ദ്രയാൻ 3 മിഷൻ റോവർ? ചന്ദ്രയാൻ 3യുടെ റോവർ എന്ന് പറയുന്നത് പ്രഗ്യാൻ. ഓപ്ഷൻ ഡി. കൂത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യം മിഴാവ്. കൂത്തിന് മിഴാവ്. ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1923 രചിക്കപ്പെട്ട ഭൂതരായർ എന്ന നോവലിന്റെ കർത്താവാര്? ഭൂതരായർ ആരെഴുതിയതാണ്? രാമവർമ്മ അപ്പൻ തമ്പുരാൻ. കേട്ടോ? ഓപ്ഷൻ ബി. നെക്സ്റ്റ്, വെട്ടത്ത് സമ്പ്രദായം ഏത് കലാരൂപവുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്? വെട്ടത്ത് സമ്പ്രദായം കഥകളിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. നെക്സ്റ്റ്, മഹാകവി പി കുഞ്ഞിരാമൻ നായരെ കുറിച്ച് മേഘരൂപൻ എന്ന കവിത എഴുതിയത് ആര്? പി കുഞ്ഞിരാമൻ നായരെ കുറിച്ച് മേഘരൂപൻ എന്നുള്ള കവിത എഴുതിയത് ആറ്റൂർ രവിവർമ്മ. ഓപ്ഷൻ എ, ആറ്റൂർ രവിവർമ്മ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ വർഷം എന്നാണ്? 1973. ഓപ്ഷൻ ബി, 1973. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2023 അണ്ടർ-17 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ച ഏത് രാജ്യമാണെന്ന്? വഹിച്ചത് ഏത് രാജ്യത്താണ്? 2023 ഫിഫ അണ്ടർ-17 എവിടെയാണ് നടന്നത്? ഇന്തോനേഷ്യയിൽ. ഓപ്ഷൻ ബി. മലയാള വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രിയ AS കേട്ടോ. പ്രിയ AS. ഓപ്ഷൻ സി. സെൻസിറ്റീവായ ബാങ്ക് ഓൺലൈൻ പേയ്മെന്റ് വിവരങ്ങൾ ആവശ്യപ്പെട്ട് ഏതെങ്കിലും ഒരു അജ്ഞാത വ്യക്തി അല്ലെങ്കിൽ സ്ഥാപനം വിശ്വസനീയവും ആകർഷണവുമായ രീതിയിൽ നിങ്ങൾക്ക് ഒരു മെയിൽ അയക്കുമ്പോൾ ഇത് എന്തായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്? എന്തായിട്ടാണ്? ഫിഷിംഗ് കേട്ടോ. ഫിഷിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. പാക്കറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ പ്രോസസ് ചെയ്തുകൊണ്ട് ഇനി പറയുന്ന ഉപകരണങ്ങളിൽ ഏതാണ് നെറ്റ്വർക്കുകൾക്കിടയിൽ പാക്കറ്റുകൾ ഫോർവേഡ് ചെയ്യുന്നത്? ഏതാണ്? റൂട്ടറാണ് കേട്ടോ. ഓപ്ഷൻ ഡി, റൂട്ടർ. ഡാഷ് ഒരു നിർദ്ദിഷ്ട പ്രശ്നം പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട ജോലി ചെയ്യുന്നതിനോ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. ഏതാണ്? ഒരു പ്രത്യേക ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ്. ഓപ്ഷൻ എ. 62 DAAM ഒരു ഡാഷ് ആണ്. ഏതാ? ഡാം. ഒരു മാൽവെയർ ആണ് കേട്ടോ. മാൽവെയർ. യഥാർത്ഥ ലോകത്ത് വിർച്വൽ ഒബ്ജക്റ്റുകൾ ഓവർലൈഡ് ചെയ്യാൻ അനുവദിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പേരെന്താണ്? വിർച്വൽ ഒബ്ജക്റ്റുകളുടേത് ഓഗ്മെന്റ് റിയാലിറ്റി. ഓഗ്മെന്റ് റിയാലിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. ഓപ്ഷൻ സി. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഏത് ഉപഭോക്തൃ അവകാശം ഉറപ്പു നൽകുന്നില്ല? സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻസ് നോക്കാം. തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം, ചൂഷണത്തിനുള്ള അവകാശം, കേൾക്കുവാനുള്ള അവകാശം, പരിഹാരം തേടാനുള്ള അവകാശം. ഏതാണ്? ചൂഷണത്തിനുള്ള അവകാശമാണ് ഉപഭോക്തൃ സംരക്ഷണത്തിനകത്ത് ഉറപ്പ് നൽകാത്തത്. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങളിൽ
പ്രവർത്തനങ്ങൾ ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ഏതിനകത്താണ്? 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതിനകത്ത് എവിടെയാണ് വനിതാ കമ്മീഷനെ പറ്റി പറയുന്നത്? 1990 ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിൻ്റെ 10ാം വകുപ്പിലാണ് വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ വ്യക്തമാക്കുന്നത്. ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 പ്രകാരം ഇരകളെ നേരിട്ട് ഉപദേശിക്കാൻ ആർക്കാകുന്നെന്നുള്ള ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2005 വിവരാവകാശ നിയമത്തിന്റെ 2ാം വകുപ്പിൽ ഇനി പറയുന്നവയ്ക്കുള്ള അവകാശം ഉൾപ്പെടുന്നു. ഏതൊക്കെയാണ് ഈ 2005 വിവരാവകാശ നിയമത്തിന്റെ 2ാം വകുപ്പിൽ ഉൾപ്പെടുന്നതാണ്? ഏതൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ജോലി, രേഖകൾ ഇവയുടെ പരിശോധന, രേഖകളുടെയോ ചാർജുകൾ അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എടുക്കൽ, മെറ്റീരിയലിന്റെ സാക്ഷ്യപ്പെടുത്തിയ സാമ്പിളുകൾ എടുക്കൽ. ഏതാണ്? ഇതെല്ലാം വിവരാവകാശ നിയമത്തിന്റെ 2ാം വകുപ്പിൽ ഉൾപ്പെടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2012 കുട്ടികളുടെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണ നിയമപ്രകാരമുള്ള കുറ്റം പ്രത്യേക കോടതി വിചാരണ ചെയ്ത ശേഷം ഇരയായ കുട്ടിയുടെ തെളിവുകൾ ഇനി പറയുന്ന പരിധിക്കുള്ളിൽ രേഖപ്പെടുത്തണം. എത്ര ദിവസത്തിനകമാണ് തെളിവുകൾ രേഖപ്പെടുത്തേണ്ടതെന്ന് ചോദിച്ചാൽ 30 ദിവസം. ഓപ്ഷൻ ബി 30 ദിവസം. പോക്സോ നിയമപ്രകാരം കുട്ടി എന്ന് പറയുന്നത് ആരാണ്? പോക്സോ നിയമപ്രകാരം 18 വയസ്സിൽ താഴെയുള്ള ഏതൊരു വ്യക്തിയുമാണ് കുട്ടി എന്ന് പറയുന്നത്? ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദേശീയ വനിതാ കമ്മീഷന്റെ 2024 അധ്യക്ഷൻ ആരാ? ദേശീയ വനിതാ കമ്മീഷൻ ആരായിരുന്നു? രേഖാ ശർമ്മ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ബഹുഭുജത്തിന്റെ പുറംകോണുകളുടെ തുക അതിന്റെ അകക്കോണുകളുടെ തുകയുടെ 2 മടങ്ങാണ് എങ്കിൽ ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ട്? ഓപ്ഷൻ ബി 3 വശങ്ങൾ. മാത്സിന്റെ ഉത്തരം മാത്രമേ പറഞ്ഞു പോകുന്നുള്ളേ. 12 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിലെ ആകെ കോണുകളുടെ തുക എത്ര? 12 വശമാകുമ്പം 1800. 2, 5, 8 എക്സെട്ര എന്ന് പറയുന്ന ശ്രേണിയിലെ എത്രാമത്തെ പദത്തിന്റെ വർഗമാണ് 2500 എന്ന് പറയുന്നത്? ഇപ്പം എങ്ങനെ? ആദ്യം 2500 സ്ക്വയർ റൂട്ട് എടുക്കണം. അത് എത്രാമത്തെ ടേമാണെന്ന് നോക്കണം. അപ്പം 17ാമത്തെ ടേമായിട്ടാണ് വരുന്നത്. 8% കൂട്ടുപലിശ, വാർഷിക കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ 25,000 രൂപ നിക്ഷേപിച്ചാൽ 2 വർഷങ്ങൾക്ക് ശേഷം കിട്ടുന്ന പലിശ എത്ര? ആദ്യം 25,000-ന്റെ 8% കാണണം ഒരു വർഷത്തിൽ. 2ാം വർഷമാകുമ്പോൾ 25,000-ന്റെ 8%, പിന്നെ ആദ്യത്തെ വർഷത്തെ പലിശയുടെ 8% കൂടെ കാണണം. അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 4,160 എന്ന് കിട്ടും. നെക്സ്റ്റ് 2ഉം 2-1 അതിൻ്റെ സ്ക്വയറിൽ നിന്ന് 1ഉം 2-1 സ്ക്വയർ കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും എന്ന് ചോദിച്ചാൽ ആൻസർ 4. One into 2, 2 into 3, 3 into 4 എക്സെട്ര എന്ന ശ്രേണിയിലെ ആദ്യത്തെ 10 പദങ്ങളുടെ തുക. അപ്പോൾ ഒന്നാമത്തെ പദം 1 into 2, രണ്ടാമത്തെ പദം 2-ൽ തുടങ്ങും, മൂന്നാമത്തെ 3 into 4, അങ്ങനെ ആകുമ്പോൾ 10ാമത്തെ പദം എന്താ? 10 into 11. അങ്ങനെ ആ 10 പദങ്ങളുടെ തുക എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി 440. ഒരു ചതുർഭുജത്തിലെ കോണളവുകൾ 1:2:3:4 ആയാൽ അതിൽ വലിയ കോണിൻ്റെ അളവ് എത്ര? ചതുർഭുജത്തിലെ മൊത്തം കോണുകളൂടെ എടുത്തിട്ട് റേഷ്യോ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 144 എന്ന് കിട്ടും. ഒരു സംഖ്യയുടെ 1 കൂട്ടിയതിൻ്റെ വർഗമൂലത്തിൻ്റെ വർഗമൂലം 3 ആയാൽ സംഖ്യ എത്ര? ആൻസർ 80. ഒരു വൃത്തസ്തൂപിയുടെ ആരം 2 മടങ്ങും ഉന്നതി 3 മടങ്ങും വർദ്ധിപ്പിച്ചാൽ വ്യാപ്തം എത്ര മടങ്ങായിട്ട് വർദ്ധിക്കും? അതായത് ആൻസർ വരുന്നത് 12 ആണ് കേട്ടോ. 80.
ചിത്രത്തിൽ ചാപം ACBയുടെ അളവ് 260 ആണെങ്കിൽ ആംഗിൾ ACB എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ആംഗിൾ ACBയുടെ അളവ് 50 ഡിഗ്രി. അടുത്ത ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.